ആഹാ നല്ല പ്രൈവസി ഉള്ള സ്ഥലം. എടാ അതൊക്കെ പോണോ? മറ്റേ സുമതിയോളങ്ങനെ സുമതി ചേച്ചി ഇവിടെ എങ്ങാണ്ട് ആത്മഹത്യ എന്നാണ് ഒരു കരക്കമ്പി. കാരണവന്മാർ സമാധാനമായിട്ട് ഇന്ന് വെള്ളം ഓടിക്കാൻ വേണ്ടി മെനഞ്ഞെടുക്കുന്ന ഓരോ കള്ളക്കഥകൾ. അത് ഈ ജനറേഷൻ നീ വിചാരിക്കുന്നുണ്ട് പ്രേത തോപ്പൊക്കെ ഉണ്ടെന്ന്. നീ വന്നേക്കാം. ഇതാ നമ്മളാ സുമതി ചേച്ചി പോരാ അവിടുന്ന് ചുമ്മാ ഓരോന്ന് പറയാതെ. ഈ കളിക്കാൻ സാധനം ഇട്ടേ. സത്യം പഴാ ഇതിൻ്റെ പ്രാങ്കല്ലേ ക്യാമറ വിടാം. റാങ്കോ എന്തുവാ ഇവിടെ ഈ സിഗരറ്റ് തന്നെ എത്തി. തന്നെ വെച്ചെന്നോ? ഈ സുഹൃത്തങ്ങല്ലേ വലിക്കുന്നത്, തഞ്ചാവൊന്നും അല്ലല്ലോ. നിനക്ക് അന്ന് സെയിം സാധനം തന്നെ ഇത്. എനിക്ക് തോന്നുന്നു അവിടെ പ്രേതമോ മറ്റോ ഉണ്ടെന്ന്. എനിക്കെന്നോ പേടിയാവുന്നു. നിന്നെ കാണാൻ നിന്റെ സുമതി ചേച്ചി വന്നതായിരിക്കും. ഒന്ന് പോടാ അവിടുന്ന്. എടാ പഴയ ബിൽഡിംഗ് തന്നെ എടാ. അങ്ങനെ വല്ലതും വീണതായിരിക്കും. ഏനാ അവിടെ ഒരു നേരിൽ വേണമെന്നേ. അത് വല്ല എലി വല്ല ആയിരിക്കും എടാ. നീ പേടിക്കണ്ട, ഞാൻ നോക്കിട്ടത്. സുമതി വേണം, ഞങ്ങൾ സിഗരറ്റ് പിടിക്കാൻ വന്നതാ. എന്തും ചെയ്യില്ല, ഞങ്ങളെ പാവങ്ങളാ. നിമിഷപ്പെട്ട സുമതി എന്നിട്ട് എങ്ങനെയുണ്ട് എൻ്റെ ആക്ടിങ്? കൊള്ളാടാ, നീ നല്ലൊരു നാച്ചുറൽ ആക്ടർ തന്നെ. ഞാൻ പലപ്പോഴേ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നമ്മുടെ തോന്നല്ലപ്പാ. അതോടെ സ്പീച്ചു അവിടെ ഒന്നും എടു. എടോ നീ പറഞ്ഞത് സത്യം തോന്നാ. ചിരി കേട്ടില്ലേ എടാ? ചിരിയൊന്നും അല്ലടാ, അവൻ്റെ ഫോണിൻ്റെ പുതിയ റിംഗ് ടൂണത്. അവൻ്റെ അമ്മൂമ്മയുടെ എന്തോ ആടാ അമ്മൂമ്മ വരിച്ചപ്പോൾ അമ്മൂമ്മയുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ ആക്കിയതാ. എങ്ങനെ ഉണ്ടെന്ന് അമ്മയും ഒരു സുമതി ചേച്ചി. മനുഷ്യൻ്റെ ഒരു തുള്ളി അങ്ങ് പോയി. വാ അങ്ങോട്ട് പോകാം, ഇവിടെ നിൽക്കണ്ട. ഞാൻ അപ്പോഴേ അവൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങോട്ട് വരണ്ടെന്ന്. അപ്പോൾ എന്തൊക്കെയാ പറഞ്ഞ്? അവൻ്റെ അന്ധവിശ്വാസങ്ങളും അവൻ്റെ ആചാരങ്ങളും ഓപ്പ്. നീയേ ഇവിടെ കണ്ട എൻ്റെ ആക്ടിങ് ഒന്നും വേറെ ആർക്കും പറയണ്ട കേട്ടോ. ജസ്റ്റ് ആക്ടിങ്. ഈ നനഞ്ഞിരിക്കുന്നത് നിൻ്റെ ആക്ടിങ് ആയിരിക്കും അല്ലേ? മറ്റേ നേരത്തെ ചിരിച്ചമ്മ എപ്പോഴും നീ ഉണ്ട്. അതാ എവിടെ നിന്നല്ലേ ഇപ്പം നമ്മൾ പോയത്? എന്തുവാ ചുരുളിയോ? ചുഴിയോ? അപ്പോൾ നീ ആര് തങ്ങൻ ചേട്ടനോ? പങ്കജേട്ടൻ്റെ ആസ്ഥാനത്തിലും കോമഡി പറയാതെ മോനെ. കോമഡിയോ? ഞാൻ കേട്ടത് ഇത് നിൻ്റെ ആക്ടിങ് ആയിരിക്കും. അമ്മൂമ്മ അമ്മൂമ്മ എന്നടാ